ഗൈസ് ഗൈസ് ഒരു വീടല്ല വില്ലേജ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. അപ്പം എല്ലാവർക്കും അറിയാം ഗൈസ്, മൈൻക്രാഫ്റ്റ് എന്തൊക്കെ ചെയ്യണമെന്ന്. കുറേ മൈനിങ് ചെയ്യണം, കുറേ ആർമർ കണ്ടുപിടിക്കണം, ലാസ്റ്റ് ഒരു എൻഡർ ഡ്രാഗൺ ഉണ്ട്, അതിനെയും കൊല്ലണം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് തീരുന്നതാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ വീഡിയോ കുറേ ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഒരു വില്ലേജ് ഫസ്റ്റ് കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ഒരു കോഴി നിൽക്കുന്നു, ഇനി ഞാൻ കൊന്നാലോ ഗൈസ്? ചാവും. അത് പിന്നെ ഫുഡ് കുറേ ആവശ്യം വരുന്നത് ഗൈസ്. ഇടിച്ച് തന്നെ കൊല്ലാം ഗൈസ്. നമുക്ക് ഷീപ്പ് വേണം. ഷീപ്പ് നമുക്ക് ബെഡില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ഇന്ന് വില്ലേജ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൊലഞ്ഞ് ഗൈസ്. വില്ലേജ് കിട്ടിയില്ലെങ്കിൽ തൊലഞ്ഞ് ഗൈസ്. ഇവിടെ ഒരു കോഴി നിൽപ്പുണ്ട് ഗൈസ്. ആ കോഴീനെ വിട്ടേക്കാം. നമുക്ക് ഇച്ചിരി നേരത്തെ ഗൈസ്, ആ കോഴി കാരണം എനിക്ക് ഹങ്കറായി ഗൈസ്. ഒരു വീടല്ല വില്ലേജാണ്. ഓ, ഇത്ര അടുത്ത് സ്പോൺ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ്. ഒരു വില്ലേജിൻ്റെ അടുത്ത്. ഓ നൈസ് ഗൈസ്. ഓക്കെ, നമ്മളൊരു ആവശ്യത്തിന് നല്ലൊരു വില്ലേജാണ് ഗൈസ്. നമ്മളെ ഫസ്റ്റ് വില്ലേജ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഇറങ്ങാൻ തന്നെ ഒരു വില്ലേജ് കിട്ടി. നൈസ് ഗൈസ്. വിഷയം വില്ലേജാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ട വീടാണ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഫസ്റ്റ് കാണാൻ നേരം തന്നെ ആ വീടും ഇഷ്ടപ്പെട്ടു ഗൈസ്. വലിയൊരു വീടാണ് ഗൈസ്. ആവശ്യത്തിനെല്ലാം ഇരിക്കുന്നൊരു വീട് തന്നെയാണ് ഗൈസ് ഇത്. നമുക്ക് വീട്ടിലൊന്ന് കയറി നോക്കാം. ഇന്നൊക്കെ കൊള്ളാം ഗൈസ്. നല്ലൊരു വീട് തോന്നുന്നു എനിക്ക്. നല്ല വീടാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇത് മറ്റേ നമ്മളെ ബുക്ക് ഷെൽഫൊക്കെ ഉള്ള വില്ലേജ്. നമ്മളെ എൻചാൻറ്റിങ് ബുക്സൊക്കെ തരുന്ന വില്ലേജേഴ്സായത്. കാര്യം 2 പേരുണ്ട് ഗൈസ്. 2 പേര്. ഓക്കെ, നമുക്ക് ഈ വീട്ടിൽ ബെഡുണ്ട്. ഇവിടെ റീസ്പോൺ ഏരിയ സെറ്റാക്കാം ഗൈസ്. അയ്യോ, എത്ര നേരം ഇത് കളിച്ചിട്ട്? കുറേ നേരമാവും. നമ്മൾ ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2, 3 എല്ലാം ഉണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ഗൈസ് ഇന്നത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോണിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണമെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ട്രീ ആണ് ഗൈസ്. നമ്മളെ ഫസ്റ്റ് ട്രീ ആണിത്. ഓക്കെ ഗൈസ്. നമ്മളെ ഫസ്റ്റ് ട്രീ ആണ് ഗൈസ് ഇത്. ഓക്കെ, 5ാമത്തെ വുഡ്. ഇനി ഒന്നും 6ാമത്തെ വുഡ്. ആവശ്യത്തിന് എല്ലാം കാര്യം കിട്ടി ഗൈസ് ഇതിൽ നിന്ന് തന്നെ. നൈസ് മരമായിരുന്നു ഇത്. ഓക്കെ ഗൈസ്, ഇതാണ്ട് ഈ സൈഡിൽ കാണുന്ന ഇതാണ് നമ്മളെ പോർഷൻസൊക്കെ ഉണ്ടാക്കുന്ന വില്ലേജറിൻ്റെ വീട്. അയാൾ പക്ഷേ പോർഷൻ തരത്തില്ല. ഈ വുഡ് ഇത് കയ്യിൽ നിന്നെടുത്ത് മാറിയിടാം, അല്ലെങ്കിൽ ഇനി പിന്നെയും ആയിക്കൊണ്ടിരിക്കും ഇത്. കയ്യിൽ നിന്നെടുത്ത് പറ്റി. ഇവിടെ ഒന്നും ഇല്ല. കേട് തന്നെയാണല്ലേ. അടുത്ത വീഡിയോയിലെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അരിച്ച് പറക്കണം ഗൈസ്. നമ്മൾ അയങ്കോളം നിൽപ്പുണ്ട് അവിടെ. നമുക്ക് എന്തോ ചെയ്യേണ്ടത്? നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ആദ്യമേ പ്ലാങ്ക് ഉണ്ടാക്കണം. പ്ലാങ്കെല്ലാം ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനി സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മേലെ കൊണ്ടുവെക്കാം ഗൈസ്. കയറ് ആട്ടാ മേലെ. ഇത് കൊച്ചൊരു വഴി ഗൈസ്. ഇതൊന്നും കൂടെ ഒരു സ്റ്റെപ്പ് വെച്ചുകൂടായിരുന്നു ഇവർക്ക്. ഓക്കെ, നമുക്കത് ഇവിടെ ഒരു പ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം ഗൈസ്. ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം ഗൈസ്. പിക്കാക്സ്. സോ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം ഗൈസ്. കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം, പക്ഷേ അത് ഇച്ചിരി മെനക്കേടാണ് ഗൈസ്. ബക്കറ്റൊക്കെ കാണാം, അതിന് ഇനി അയൺ വേണം. അതിനെക്കാട്ടെല്ലാം ഫസ്റ്റ് നമുക്ക് പോയി കോബിൾ സ്റ്റോൺ എടുക്കുന്നത്. ഞാൻ ഇച്ചിരി അവിടെ നിന്ന് വരാൻ നേരം അവിടെ ഇച്ചിരി ഒരു ചെറിയൊരു കോബിൾ സ്റ്റോണിൻ്റെ ഒരു ടണൽ കണക്ക് ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് ഓടാനൊക്കെ ഇച്ചിരി മെനക്കേടാണ് ഗൈസ്. നമുക്ക് ഈ പച്ച മീറ്റൊന്നും തിന്നാൽ ഇത് കൂടുതൽ ഹെൽത്ത് കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ നമ്മൾ സ്റ്റേക്കാക്കിയാലൊക്കെ ഇല്ലേ ഗൈസ്. നമ്മൾ ഫർണസ് വെച്ച് ചൂടൊക്കെ ആക്കി നമുക്ക് നല്ല ഇത് കൂടുന്നതാണ്. ഇത് പച്ചയ്ക്ക് എന്നിട്ട് ഒരു കാര്യമില്ല. അതിനുവേണ്ടി ഗൈസ് ഫർണസും വേണം. പിന്നെ നമുക്ക് എല്ലാം നമ്മളെ വെപ്പൺസും ഇത് വേണം ഗൈസ്. നമ്മളെ സ്റ്റോൺ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ വെപ്പൺസും എന്ന് വെച്ചാൽ പിക്കാക്സ്, ആക്സ്, സോഡ്. ഇത് 3 മതി.
ഓലൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഓക്കേ ഗൈസ്, നമ്മൾ ഇച്ചിരി സ്പീഡൊന്ന് കൂട്ടുവാണ് ഗൈസ്. നമ്മൾ ഇത് അല്ലെങ്കിൽ കുറേ നേരമാകും ഗൈസ്. നമ്മൾ സ്പീഡൊന്ന് കൂട്ടുവാണ് ഗൈസ്. അപ്പം എല്ലാം എടുത്തിട്ട് നമുക്ക് നമ്മളെ അറിയിപ്പിക്കാം ഗൈസ്. ഓക്കേ ഗൈസ്, ആവശ്യത്തിനുള്ള എല്ലാം കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. 38 കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഗൈസ്. 38 കോബിൾ സ്റ്റോൺ ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഇനി അവിടെ വരെ പോകുന്ന ചുമ്മാ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ബെഡ് എടുക്കാൻ മറന്നു ഗൈസ്. ബെഡ് അപ്പുറത്തല്ലേ റീസ്പോൺ ഏരിയ, അത് പറ്റില്ല. ഇനി വില്ലേജറെ എടുത്ത് നീ ഇനി കിടന്ന് ഉറങ്ങണ്ട. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ വീട്ടിൻ്റെ മണ്ടയിൽ ആക്കാം. നീ ഇവന്മാരുടെ വീടൊന്നും അല്ല, ഇത് നമ്മളെ വീട്. ഇനി മേലെ കയറ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് ആക്കിയിട്ട് വെക്കാം ഗൈസ്. ഓക്കെ ഡേ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി എന്ത് വേണ്ടത്? ഇനി കോബിൾ സ്റ്റോൺ വെച്ച് എല്ലാം ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇച്ചിരി നമ്മളാ സ്റ്റിക്കൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഒരു ആക്സ്, പിക്കാക്സ്, ഒരു സോഡ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബാക്കി വരുന്നത് ഈ ഫർണസും കൂടെ ഉണ്ടാക്കാം. കറക്റ്റ് ഇനി 30 നമുക്ക് കണ്ട് നമ്മളെ പുതിയ സോഡ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് സോഡാണ് മൈൻക്രാഫ്റ്റിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള വേൾഡിൽ. ഓക്കെ ഗൈസ്, നമുക്കിതൊന്ന് പൊട്ടിക്കാം ഗൈസ്. ഇത് വല്ലാത്തൊരു അലമ്പ് കണക്ക് തോന്നുന്നു ഗൈസ്. നമുക്കിവിടെ ഇച്ചിരി ഒന്ന് സ്ഥലം കൂട്ടണം ഗൈസ്. നമുക്ക് എന്നിട്ട് ബെഡൊക്കെ ഇവിടെ വെക്കാം. ഇത് എപ്പോഴും മിസ്റ്റേക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലാങ്ക് വെച്ചൊരു 4 വരി ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് ഇനി നമ്മളെ ബെഡ് പൊട്ടിച്ചിട്ട് നടുക്കോട്ടെടുത്ത് നോക്കാം ഗൈസ്. നടുക്കല്ല, എന്നിട്ട് റീസ്പോൺ ഏരിയ സെറ്റാക്കി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് മാറ്റാം ഗൈസ്. ഇവിടെ ഇരുന്നാലും ഒരു അലമ്പ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫർണസ്. ഓക്കെ, നമ്മൾ 3 ഫർണസ് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. നമ്മളൊരു ഫർണസ് ഉണ്ടാക്കിയിട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, ഫർണസിന് ഇനി കോള് വേണം ഗൈസ്. നമ്മൾ കോളും കൂടെ മൈൻ ചെയ്തിട്ട് വരാം. അപ്പം പിക്കാക്സ് എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ കോള് മൈൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് നിങ്ങളിപ്പം പൊട്ടിക്കാം ഗൈസ്. ഇച്ചിരി സ്പീഡ് കൂട്ടാം. ഇത് ഒരു അലമ്പ്. പോ. ഓക്കെ ഗൈസ്, നമ്മളപ്പം എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇരിക്കട്ടെ ഗൈസ്, നമുക്ക് വേറെ എല്ലാം പരിപാടിക്ക് എടുക്കാം. എന്തായാലും ഗൈസ്, നമ്മൾ കൂടുതൽ ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നില്ല. നമ്മളൊരു അത്യാവശ്യത്തിന് ഈ വീട്ടിൽ കയറുന്നതാണ് ഗൈസ്. പക്ഷേ ഇച്ചിരി വലിയ വീടായിട്ട് ഒന്ന് കയറി നിന്നേ ഇനി കൊല്ലാൻ ഗൈസ്. എനിക്ക് ആവശ്യമുണ്ട് ഇനി ഇറച്ചി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സ്ലോ ആവും ഇവിടെ വെച്ച് ഗൈസ്. എനിക്ക് തോന്നുന്നു സ്പീഡ് കുറഞ്ഞ് ഇതടുത്ത കോഴി ഇതിനൊക്കെ തിന്നു കഴിഞ്ഞാൽ എനിക്ക് ഹങ്കർ കൂടത്തേ ഉള്ളൂ ഗൈസ്. ഒരു പന്നി ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഇനി ആ പന്നീനെയും കൂടെ കൊല്ലാം. ചാവ് കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അറിയിപ്പിക്കാം ഗൈസ്, അല്ലെങ്കിൽ കുറേ നേരം ഇത് നടക്കണം. ഓക്കെ, നമ്മൾ ചെറിയായിട്ടൊന്ന് ഫാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഇനി പണി കിട്ടുക. ഇവിടം വരെ നമ്മൾ സാധാ സ്പീഡിലായിരുന്നു ഗൈസ്. സാധാരണക്കാട്ടി ഭയങ്കര സ്ലോ ആയിരുന്നു. ഇവിടെ വെച്ചാൽ ഞാൻ മീറ്റ് കഴിച്ചത് തന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ മരം അങ്ങ് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ഈ മരം ഞാൻ പൊട്ടിക്കുന്ന കാരണം എന്ന് വെച്ചാൽ കോളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ്. ഇവിടെ വല്ലൊരു നമ്മളെ കേവ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ ഇതുണ്ടാക്കും ഗൈസ്. ഇനി ചാർക്കോൾ ഉണ്ടാക്കണം ഗൈസ്. കേവ് ഗൈസ്. ഇതുകൊണ്ട് കോൾ ഇരിപ്പുണ്ട്. ചാർക്കോൾ ഉണ്ടാക്കണ്ട. ഇനി ചാർക്കോൾ ഉണ്ടാക്കണ്ട, മരം ഇരിക്കട്ടെ ഗൈസ്. ഇനി ചാർക്കോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഓക്കെ, പതുക്കെ ഡാം പിടിക്കില്ല. ഒന്നാമത് ഹെൽത്തിൽ, ഒന്നാമത് ഫുഡൊന്നുമില്ല. കരി. ഓക്കെ. എളുപ്പം പൊട്ടിക്കാം ഗൈസ്. അതൊന്നും ഇവിടെ സോംബീനെ ഒന്നും കാണുന്നില്ല. എളുപ്പം. ഇനിയുണ്ട്. കരി. പൊട്ടി. ചാവ്. പൊട്ട്. എളുപ്പം. അയ്യോ സോംബി. അയ്യോ സോംബി. ഇത് എവിടുന്ന്? ആക്സ്. ഗൈസ്, ഞാൻ പിക്കാക്സ് വെച്ചായിരുന്നു അടിച്ചുകൊണ്ടിരുന്ന. ഇത് എവിടുന്ന് സ്പോണായി ഈ രാവിലെ? എന്താണോ എന്തോ. എളുപ്പം പോവാം ഗൈസ്.
ഇപ്പം എൻ്റെ 7 കോളുണ്ട്, അത് മതി ഇപ്പോഴത്തേക്ക്, അത് മതി. അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ അത് 2.5 ഹാർട്ടേ ഉള്ളൂ ഗൈസ്. ഇവിടെ നിന്നാൽ പണി കിട്ടും. 3 തികച്ചില്ല. വിശപ്പും ഉണ്ട്. ചാടിച്ച പൂ എളുപ്പം. ഇത് എവിടുന്ന് കയറി വന്നു ഗൈസ്? ഓക്കെ പൊട്ട്. ഓക്കെ ചാട്. ഓക്കെ ഇനി മണ്ട ചാടിച്ചിട്ടുണ്ട്. പോ 38 കോബിൾ സ്റ്റോൺ എടുത്തത് കാര്യമാണ് ഗൈസ് ഇപ്പോൾ. ഓക്കെ. ഇനി എനിക്ക് ഫുഡിനായിട്ട് ഇച്ചിരിയും കൂടെ സാധനങ്ങൾ വേണം ഗൈസ്. ഇച്ചിരിയും കൂടെ മൃഗങ്ങളെ വെട്ടണം. നരഭോജിയാവണം ഗൈസ്, എന്നാലേ പറ്റൂ. ബാക്കിലാര? പശു ഒളിച്ചിരുന്നല്ലേ. ഓക്കെ അതിനെയും കൊന്നിട്ടുണ്ട്. മാറി ഒരു പന്നിക്കുട്ടി ഓടുന്നു. നിൽക്കണം. അയ്യോ നിങ്ങളത് കണ്ടായിരുന്നു? ആ പന്നി മരത്തിൽ ഇടിച്ചായിരുന്നു മരിച്ചു പോയത്. ഞാനെ ഇടിച്ച്. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വിശക്കുന്നുണ്ടാ ഗൈസ്. ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതിനും കുഴപ്പമില്ല. ഗൈസ് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പശു ലെതർ വരുന്നത്. ഇവിടുന്ന് ചാടി എന്തായാലും ഡാം അടിക്കാത്തതുകൊണ്ട് പതുക്കെ ചാടാം. കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മൾ ഒന്നാമത് നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ ചാടി. എന്തായാലും വീട്ടിൻ്റെ അടുത്ത് എത്തിയില്ല. ഇനി സ്പീഡ് കൂട്ടിയിട്ട് കാര്യമില്ല വീഡിയോയ്ക്ക്. നമുക്ക് എന്തായാലും വീട്ടിൻ്റെ അടുത്ത് എത്തി. ഇനി നമുക്ക് കഴിച്ച് തന്നെ സ്പീഡ് കൂട്ടാം കേസ് നമ്മളെ. ഓക്കെ നമ്മളെ ഫർണസിൽ നമ്മളെ കോളും വെച്ചിട്ടുണ്ട്, നമ്മളെ ആവശ്യത്തിന് ഫുഡും വെച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റേക്ക് തിന്നു ഗൈസ് ഞാൻ. ഇപ്പം എൻ്റെ ബണ്ടിൽ എങ്ങനെ ഉണ്ട് ഗൈസ്? എൻ്റെ ബണ്ടിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതെന്തു ഈ വില്ലേജർ എന്നെ നോക്കുന്നത്? ഞാൻ കുനിയാന്നേരം ഇയാൾ എന്നെ നോക്കിയിരിക്കുന്നത്. ഇതാ ഞാൻ ചാടുന്നേരം അയാൾ എന്നെ നോക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ നമ്മളെ സ്റ്റേക്ക് റെഡി ആയോ നോക്കാം. ഓക്കെ ഗൈസ് നമ്മളെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് കൈ പിടിക്കാം ഗൈസ്. അത് നമ്മളെ ക്യാമറ വേറെ ആക്കിയിട്ട് പൊസിഷൻ വേറെ ആക്കിയിട്ട്. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാം ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ എല്ലാവർക്കും ബൈ ഗൈസ്. പുതിയ വീഡിയോ ഇതിൻ്റെ പാർട്ട് ഇനിയും വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പം ഇനി അടുത്ത പാർട്ടി നമുക്ക് എന്താ വേണമെന്ന് നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.